ഈ യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്രസഭ തന്നെ ഈ വിഷയമൊക്കെ പഠിച്ചതിന് ശേഷം എന്താണ് ഫലസ്തീനിൽ സംഭവിച്ചത്, ദ ക്വസ്റ്റ്യൻ ഓഫ് പാലസ്റ്റീൻ എന്ന് പറഞ്ഞിട്ട് അവരൊരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മൊത്തം ഫലസ്തീൻ്റെ വെറും 2.5% മാത്രമാണ് ഇവർ ക്യാഷ് കൊടുത്ത് വാങ്ങിയത്. അവർ കള്ളയാധാരം കാണിച്ചും പല രൂപത്തിലും കാണിച്ചത് എല്ലാം കൂടെ മൊത്തം അവരവകാശപ്പെട്ട മൊത്തം സ്ഥലങ്ങൾ നമ്മൾ വകവെച്ച് കൊടുത്താൽ അത് ഫലസ്തീൻ്റെ വെറും 2.5% മാത്രമാണ്. രണ്ടാമത് മനുജ പറയുന്നത്, ഈ ബാൽഫർ ഡിക്ലറേഷൻ്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടൻ എന്ത് ചെയ്യുന്നു, ഓട്ടോമാൻ സാമ്രാജ്യത്തിനെ 1-ാം ലോക മഹായുദ്ധത്തിൽ തോൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഈ അറബ് പ്രദേശങ്ങളിലെ ഒരു ഭാഗം ട്രാൻസ് ജോർദാനായിട്ട് കൊടുത്തു, ഒരു ഭാഗം എന്ന് പറയുന്നത് ജൂതന്മാർക്കും ഇസ്രയേലായിട്ട് കൊടുത്തു. അറബികളെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ് ജോർദാൻ കിട്ടിയത് അവർ അംഗീകരിക്കുകയും വലിയ സന്തോഷത്തോടെ അവർ കൊണ്ടു നടക്കുകയും ചെയ്തു. എന്നാൽ ഇസ്രയേലിനെ ഇവർ അംഗീകരിക്കാൻ തയ്യാറായില്ല എന്നാണ് പറയുന്നതെങ്കിൽ മനുജയെ സംബന്ധിച്ചിടത്തോളം ഈ ചരിത്രത്തെക്കുറിച്ച് യാതൊരു പിടിപാടുമില്ല. ഇല്ല എങ്കിൽ കാര്യങ്ങൾ മറച്ചു വെച്ചാണ് അവർ പറയുന്നത്. കാരണം 1-ാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് തുർക്കികളുമായി ചേർന്ന് അല്ലെങ്കിൽ ഓട്ടോമാൻ സാമ്രാജ്യമായിട്ട് ചേർന്ന് ഈ അറബ്സ് യുദ്ധം ചെയ്തിട്ടില്ല. അവരങ്ങനെ ബ്രിട്ടനെതിരായിട്ട് യുദ്ധം ചെയ്തിട്ടില്ല. കാരണം അന്ന് ഈ തുർക്കികളും അറബികളും തമ്മിൽ നാഷണലിസത്തിൻ്റെ ഭാഗമായിട്ട് പ്രശ്നങ്ങൾ നടക്കുകയും ഈ തുർക്കി ദേശീയവാദികൾ ഈ പറയപ്പെടുന്ന അറബ് പ്രദേശങ്ങൾ കൂടുതൽ അവരുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരുമെന്നും ഈ മക്ക മദീന അടക്കമുള്ള ആ ഭാഗങ്ങൾ അവിടെ ഒരു ഷെരീഫ് ഹുസൈൻ എന്ന് പറയുന്ന ഒരു ഗവർണറുടെ അല്ലെങ്കിൽ അവിടെ അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ആ ഭരണം നടക്കുന്നതെങ്കിൽ അതൊക്കെ ഇവരുടെ കയ്യിലേക്ക് കൊണ്ടുവരാൻ ഉള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ സുൽത്താൻ്റെ അധികാരത്തെക്കാട്ടി കൂടുതൽ അന്ന് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണമൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ യുവതുർക്കികളാണ് അവിടെ ഈ ഓട്ടോമാൻ സാമ്രാജ്യം കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ ഈ ഫസ്റ്റ് വേൾഡ് വാർ നടക്കുന്നതിന് മുമ്പ് ഈ മക്കയിലെ അമീറായിട്ടുള്ള ഷെരീഫ് ഹുസൈൻ ഈജിപ്തിലെ ഹൈ കമ്മീഷണറായിട്ടുള്ള ബ്രിട്ടൻ്റെ മക്മോഹനുമായിട്ട് എഴുത്തിടപാടുകൾ നടത്തുകയും അങ്ങനെ അവരൊരു ധാരണയിലേക്ക് എത്തുകയും ചെയ്തു. അതിനെയാണ് ഹുസൈൻ മക്മോഹൻ കറസ്പോണ്ടൻസ് എന്ന് പറയാം. അതിലൂടെ ഈ 1-ാം ലോക മഹായുദ്ധ സമയത്ത് തുർക്കികളോടൊപ്പം അല്ലെങ്കിൽ ഓട്ടോമാൻ സാമ്രാജ്യത്തിനോടൊപ്പം ചേരാതെ തുർക്കികൾക്കെതിരായിട്ട് അല്ലെങ്കിൽ ഓട്ടോമാൻ സാമ്രാജ്യത്തിനെതിരായിട്ട് അറബികൾ ഒരു അറബ് റിവോൾട്ട് നടത്തുകയാണെങ്കിൽ യുദ്ധം അവസാനിച്ചതിന് ശേഷം ഈ പറയപ്പെടുന്ന അറബ് പ്രദേശം മുഴുവൻ ഒറ്റ രാജ്യമാക്കുകയോ അല്ലെങ്കിൽ പല അറബ് രാജ്യങ്ങൾ ഒരു കോൺഫെഡറേഷനായിട്ട് അതിനെ മാറ്റുകയോ ചെയ്യാം എന്ന് ബ്രിട്ടനും അറബ്സും തമ്മിൽ ഒരു ധാരണയുണ്ടായി. ഈ ഒരു ഹുസൈൻ മക്മോഹൻ കറസ്പോണ്ടൻസിനെ കുറിച്ചിട്ട് 1-ാമത്തെ വിഷയാവതരണത്തിലും ഇപ്പോൾ 2-ാമത് 2-3 വർഷങ്ങൾക്ക് ശേഷവും മനുജ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. അത് മനുജ മാത്രമല്ല, രവിചന്ദ്രനും മിണ്ടില്ല, അഡ്വക്കേറ്റ് ജയശങ്കറും മിണ്ടില്ല. ഇവരെല്ലാം നേരെ ബാൽഫർ ഡിക്ലറേഷനിലേക്കാണ് പോവുക. എന്നാൽ ഇങ്ങനെ അറബികളുമായിട്ട് ആ പ്രദേശങ്ങൾ അറബികൾക്ക് നൽകാം എന്ന് കരാറിലായ ബ്രിട്ടൻ ഈ അറബികൾ അറിയാതെ രഹസ്യമായി മറ്റൊരു രാജ്യവുമായിട്ടല്ല, നേരെ മറിച്ച് മറ്റൊരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനായിട്ടുള്ള സയനിസ്റ്റുകളുമായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ധാരണ കൊണ്ടുവരുന്നു. ആ രഹസ്യ കരാറിൻ്റെ പേരാണ് ബാൽഫർ ഡിക്ലറേഷൻ. ആ ഡിക്ലറേഷൻ പ്രകാരം നിങ്ങൾക്ക് ഇവിടെ ഒരു ജൂയിഷ് ഹോംലാൻഡ് റെഡിയാക്കി തരാം എന്ന് ബ്രിട്ടൻ അവരുമായിട്ട് ഒരു രഹസ്യ കരാർ ചെയ്തു. ആ രഹസ്യ കരാർ വെളി വരുന്നത് 1920-ലാണ്. എന്നാൽ ഹുസൈൻ മക്മോഹൻ കറസ്പോണ്ടൻസ് നടക്കുന്നത് 1915-നും 16-നും ഇടയിലാണ്. ഈ കാലഘട്ടത്തിന് ശേഷം രഹസ്യമായി ഇങ്ങനെ ഒരു ധാരണയുണ്ടാക്കി അറബ് റിവോൾട്ടൊക്കെ ഇവരെ കൊണ്ട് നടത്തിച്ച് അങ്ങനെ യുദ്ധമെല്ലാം അവസാനിച്ചതിന് ശേഷം വിജയിച്ച കക്ഷികൾ ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി ഈ ഫലസ്തീൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ അറബ് പ്രദേശങ്ങൾ മുഴുവൻ എന്ത് ചെയ്യുന്നു, ഒരു മാൻഡേറ്റ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നു. ഈ മാൻഡേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ തദ്ദേശീയരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് മുമ്പ് ഭരണം നടത്തി ശീലമുണ്ടാവുകയില്ല. അവർക്ക് ഒരു ഭരണം നടത്താനുള്ള അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഒരു ഗവൺമെൻറ് ഉണ്ടാകുന്നത് വരെ അത് ബ്രിട്ടൻ്റെ കീഴിൽ നിർത്തുകയും അങ്ങനെ അവരതിന് പ്രാപ്തരായി കഴിഞ്ഞാൽ അവർക്ക് ഭരണം നൽകിക്കൊണ്ട് തിരിച്ചു പോവുക എന്ന് പറയുന്ന ഒരു ട്രാൻസിറ്ററി ഫേസ് മാത്രമാണ് ഈ പറയപ്പെടുന്ന മാൻഡേറ്ററി സിസ്റ്റം. എന്നാൽ ഈ മാൻഡേറ്ററിൻ്റെ കാലത്ത് ബ്രിട്ടൻ എന്താ ചെയ്തത്, അത് ഈ UN റിപ്പോർട്ട്, നിങ്ങൾ നേരത്തെ ഈ പ്രസംഗത്തിൻ്റെ അവസാനം പറയുന്നുണ്ട് ജനാധിപത്യപരമായിട്ട് അവിടെ UN ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഇത് UN റിപ്പോർട്ടാണ്. ആ UN റിപ്പോർട്ടിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്നും ആരാണ് യഥാർത്ഥ പ്രശ്നക്കാരെന്നും അത് ജൂതന്മാരും അവിടുത്തെ സയനിസവുമായിരുന്നു എന്ന് ആവർത്തിച്ച് ഇതിൽ പറയുന്നുണ്ട്. നിങ്ങളിത് എന്തെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഈ മാൻഡേറ്റ് കാലഘട്ടത്തിൽ എന്താ ചെയ്തത്? ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് മാൻഡേറ്റ് ദ സയനിസ്റ്റ് ഓർഗനൈസേഷൻ വർക്ക് ടു സെക്യൂർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ ജൂയിഷ് നാഷണൽ ഹോം ഇൻ പാലസ്റ്റീൻ.
സാധാരണ മാൻഡേറ്റ് സിസ്റ്റം പ്രകാരം അവിടെ ഉണ്ടായിരുന്ന പലസ്തീനികളായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ഇഷ്ടം പോലെയുള്ള ഒരു ഗവൺമെന്റ് വരിക എന്ന് പറഞ്ഞതാണ് ഈ മാൻഡേറ്ററി സിസ്റ്റം. അതിനുവേണ്ടിയാണ് അത് രൂപീകരിച്ചതെങ്കിൽ ബ്രിട്ടൻ ചെയ്തത് രഹസ്യ കരാറിന്റെ അടിസ്ഥാനത്തിൽ വേറെ ഒരു ജനതയെ അവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കാനാണ് ശ്രമിച്ചത്. ദ ഇൻഡിജിനസ് പീപ്പിൾ ഓഫ് പാലസ്റ്റീൻ ഹൂസ് ഫോർ ഫാദേഴ്സ് ഹാഡ് ഇൻഹാബിറ്റഡ് ദ ലാൻഡ് ഫോർ വിർച്വലി ദ 2 preceding millennia felt this design to be a violation of their natural and inalienable rights. അങ്ങനെ ഈ അവിടെ നൂറ്റാണ്ടുകളായിട്ട് അവിടെ താമസിക്കുന്ന ആ ആളുകളുടെ ആ നാട്ടിലേക്ക് വേറെ ആളുകളെ കൊണ്ട് താമസിപ്പിച്ചുകൊണ്ട് അവരുടെ മൗലികമായ അവകാശങ്ങളെ എന്ത് ചെയ്യുക, ഹനിക്കുകയാണ് ചെയ്തത്. They also viewed it as an infringement of assurances of independence given by the Allied powers to Arab leaders in return for their support during the war. ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ഈ പറയപ്പെടുന്ന അലൈഡ് പവേഴ്സിനെ സപ്പോർട്ട് ചെയ്താൽ അറബികൾക്ക് ആ നാടിൻ്റെ ഭരണം കൊടുക്കും എന്ന് പറഞ്ഞ അവരുടെ നേരത്തെ ആ അഷുറൻസിന് എതിരായിട്ടുള്ള പ്രവർത്തനമായിട്ടാണ് അവരതിനെ കണ്ടത്. ദ റിസൾട്ട് വാസ് മൗണ്ടിങ് റെസിസ്റ്റൻസ് ടു ദ മാൻഡേറ്റ് ബൈ പാലസ്റ്റീൻ അറബ്സ്. അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് ഇവർ പോയപ്പോൾ സ്വാഭാവികമായിട്ട് ആദ്യം ഇവർ ഇൻഫോം ചെയ്തു. അപ്പോൾ ഇൻഫോം ചെയ്തപ്പോൾ അവർ ഓക്കെ നമ്മളത് ചർച്ച ചെയ്യാം, അത് പരിശോധിക്കാം എന്ന് പറയുന്ന രൂപത്തിലേക്ക് വന്നു. ആ സമയത്ത് റഷ്യ എന്ത് ചെയ്തു, ഇവരുടെ ഈ ഒരു നീക്കത്തിനെ എന്ത് ചെയ്തു, ലീക്ക് ചെയ്തു. അത് അറബ്സ് അറിഞ്ഞതോടുകൂടി ഈ ബാൽഫർ ഡിക്ലറേഷനെ മറ്റു കാര്യങ്ങളുമൊക്കെ വെളിയിൽ വന്നു. അവരപ്പോൾ ശക്തമായിട്ട് അവിടെ ഉണ്ടായിരുന്ന അറബ് ക്രൈസ്തവരും അറബ് മുസ്ലിങ്ങളും എല്ലാം കൂടെ അവർ ഒരു ഗ്രൂപ്പായിട്ട് ചെന്നിട്ട് ഇവരോട് ഈ വിഷയങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു പരിശോധിക്കാം, അത് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ചർച്ച ഒരു സൈഡിൽ കൂടെ മുന്നോട്ട് കൊണ്ടുപോവുകയും അപ്പുറത്ത് കപ്പലുകളിൽ ആയിരക്കണക്കിന് ആളുകളെ ഇവിടേക്ക് കൊണ്ടുവന്ന് ഡംപ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം വന്നു. ഇതാണ് അവിടെ പ്രശ്നത്തിലേക്ക് എന്ത് ചെയ്ത് നയിക്കുന്നത്. അങ്ങനെ ഏറ്റവും അവസാനം ചർച്ചകൾ എന്ന് പറയുന്നത് വെറും ഒരു പുകമറയായി വെച്ചുകൊണ്ട് ആ കാലഘട്ടം ദീർഘിപ്പിക്കുകയും ആ കാലയളവിൽ യഹൂദന്മാരായിട്ടുള്ള ആളുകളെ കൂട്ടമായിട്ട് ഇവിടെ ഇറക്കി പോപ്പുലേഷനെ ഈക്വൽ ആക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നതെന്ന് കണ്ടപ്പോഴാണ് അവിടെ റെസിസ്റ്റൻസ് ആരംഭിക്കുന്നത്. ഇത് മുഴുവൻ നമ്മുടെ നാട്ടിലാണ് നടക്കുന്നത് നമ്മളൊന്ന് ചിത്രീകരിച്ചാൽ, അല്ലെങ്കിൽ ലോകത്തുള്ള ഏത് നാട്ടിൽ ഇത് നടന്നാലും ഇത് തന്നെയാണ് സംഭവിക്കുക. അങ്ങനെ ദ റിസൾട്ട് വാസ് മൗണ്ടിങ് റെസിസ്റ്റൻസ് ടു ദ മാൻഡേറ്റ് ബൈ ദി പാലസ്റ്റീൻ അറബ്സ് ഫോളോഡ് ബൈ റിസോർട്ട് ടു വയലൻസ് ബൈ ദി ജൂയിഷ് കമ്മ്യൂണിറ്റി. അതിനെ തുടർന്ന് എന്ത് ചെയ്യുന്നു, യഹൂദന്മാരും എന്ത് ചെയ്തു, അവർ ഹാക്ന പോലെ അതേപോലെ തന്നെ അവർ വേറെ ഒരു മിലിഷ്യ അവിടെ രൂപീകരിച്ചുകൊണ്ട് അതിന് ബ്രിട്ടനൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതേപോലെ തന്നെ ബ്രിട്ടൻ്റെ ധാരാളം പട്ടാളക്കാരെ അവിടെ ഇറക്കിക്കൊണ്ട് ഈ നിരായുധരായിട്ടുള്ള അറബികളെ പേടിപ്പിച്ചുകൊണ്ട് അവിടെ ഭരണം കയ്യിലെടുക്കാൻ ശ്രമിച്ചപ്പോൾ അവരും എന്ത് ചെയ്യുന്നു, പ്രശ്നത്തിലുണ്ടായി. അതാണ് ഈ പറഞ്ഞ ഈ ഫലസ്തീൻ പ്രശ്നം. അല്ലാതെ ചരിത്രം കുഴിക്കുന്ന വർത്തമാനം പറഞ്ഞത് അറബികളല്ല, ജൂതന്മാരായിട്ടുള്ള ആളുകളാണ്.